ഇനി ഡൽഹിയിലേക്ക് PR അരവിന്ദ് നമുക്കൊപ്പം ചേരുന്നു. ദീപദാസ് മുൻഷി ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ 3:30 വിമാനത്തിൽ അവർ കയറി വരും എന്നായിരുന്നു. എന്നാൽ അവർ യാത്ര റദ്ദാക്കി ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. PR അരവിന്ദ്, ഇപ്പോൾ വരുന്നൊരു വാർത്ത, ശരിക്കും മുഖ്യമന്ത്രി പ്രഖ്യാപനം നാളെ മാത്രമേ ഉണ്ടാകൂ. അത്തരം സൂചനകൾ വരുന്നുണ്ടല്ലോ. എന്താണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ അരവിന്ദ്? മുഖ്യമന്ത്രി പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. നേരത്തെ ദീപദാസ് മുൻഷി ഇന്ന് കേരളത്തിലേക്ക് എത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. പക്ഷേ ആ യാത്ര അവർ റദ്ദാക്കി എന്നതാണ് മനസ്സിലാക്കുന്നത്. ദീപദാസ് മുൻഷി നിലവിൽ ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. ദീപദാസ് മുൻഷിക്കൊപ്പമുള്ളവരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. മാഡം ഇതുവരെ യാത്ര തിരിച്ചിട്ടില്ല എന്നതാണ് ദീപദാസ് മുൻഷിക്കൊപ്പമുള്ളവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ യാത്ര നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. 3:30 വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് പോകാനായിരുന്നു തീരുമാനിച്ചത്. ആ യാത്ര അവസാന വട്ടത്തിലേക്ക് എത്തിയപ്പോൾ റദ്ദാക്കി എന്നതാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ചർച്ച ഇനിയും നീണ്ടേക്കും എന്നുള്ള സൂചനകൾ കൂടി ഇത് നൽകുന്നു. കാരണം 3:30-നാണ് രാഹുൽ ഗാന്ധി കൊടിക്കുന്നിൽ സുരേഷുമായി സംസാരിച്ചത്. അപ്പോഴും കൃത്യമായ ഒരു അഭിപ്രായത്തിൽ ആരാകണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിലേക്ക് കോൺഗ്രസ് എത്തിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദീപദാസ് മുൻഷിയുടെ യാത്ര അവസാന നിമിഷം റദ്ദാക്കിയതായി നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഡൽഹിയിൽ തന്നെയാണ് ദീപദാസ് മുൻഷി തുടരുന്നത്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിലും കൂടുതൽ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുമെന്ന് മനസ്സിലാകുന്നു. അല്പസമയം മുമ്പ് ജയറാം രമേശ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് എത്തിയിരുന്നു. രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി മടങ്ങിയതിന് തൊട്ട് പിന്നാലെയാണ് ജയറാം രമേശ് എത്തിയത്. കൂടുതൽ നേതാക്കളുമായി അഭിപ്രായങ്ങൾ തേടുന്നു, ദേശീയ നേതാക്കളുമായി അഭിപ്രായങ്ങൾ തേടുന്നു. അതുകൊണ്ട് തന്നെയാണ് ദീപദാസ് മുൻഷി നിലവിൽ ഡൽഹിയിൽ തുടരുന്നു എന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ചർച്ചകൾ അതിവേഗം തന്നെ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം 10 നാൾ പിന്നിട്ട് കഴിഞ്ഞ് ഇനിയും കോൺഗ്രസ് പ്രവർത്തകരെയും അതുപോലെ തന്നെ ഘടകകക്ഷികളടക്കം ഒരു പ്രതിരോധത്തിലാക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല. ഇതിനോട് തന്നെ വലിയ വിമർശനം ഘടകകക്ഷികളടക്കം ഉയർത്തിക്കഴിഞ്ഞു. ഒരു തരത്തിലും ഇനിയും ഇത്തരം ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നതാണ് ഘടകകക്ഷികൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രവർത്തകരും വലിയ രീതിയിൽ അതിർത്തിയിൽ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുന്ന പ്രതീക്ഷയിലായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ള ഉണ്ടായിരുന്നത്. എന്തായാലും ഈ ചർച്ച അല്പം കൂടി നീളാനുള്ള സാഹചര്യമുണ്ട്. ചിലപ്പോൾ ഇന്ന് രാത്രിയോടുകൂടിയോ നാളെയോടുകൂടി മാത്രമായിരിക്കും ഒരു പ്രഖ്യാപനം ഉണ്ടാകുക. നിലവിൽ ദീപദാസ് മുൻഷി ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. ഡൽഹിയിൽ ഇനിയും ചർച്ചകൾ നടത്തും. ഒരുപക്ഷെ ദീപദാസ് മുൻഷി ആയിരിക്കണം കൃത്യമായി ആരെയാണ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തതെന്നുള്ള കാര്യം മറ്റ് നേതാക്കളെ അറിയിക്കുക. അതിനുശേഷം അവിടെ നിന്ന് കിട്ടുന്ന മറുപടി അത് കൃത്യമായി തന്നെ ഹൈക്കമാൻഡിനെ അറിയിക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോവുക. SKN ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.